ഹായ് ഹലോ വെൽക്കം ബാക്ക് മന്ന കിച്ചൻ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഇംഗ്ലീഷ് കേക്ക് റെസിപ്പിയാണ് കേട്ടോ. ചോക്ലേറ്റ് വാനില കാസ്റ്റല്ല കേക്കിൻ്റെ റെസിപ്പിയാണ്. ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഒന്നും യൂസ് ചെയ്യാതെ നല്ല ടേസ്റ്റി ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ള ഒരു അടിപൊളി ടീ കേക്ക് റെസിപ്പിയാണ്. ഈ ഒരു ക്രിസ്മസിന് നമുക്ക് ടീ കേക്കായിട്ട് ഈ ഒരു കേക്കും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൊണ്ട് എനേബിൾ ചെയ്തിട്ട് ഓൾ ബട്ടൺ പ്രസ് ചെയ്യാനും കൂടി മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ ഒരു കേക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 4 മുട്ട വേണം. അതിൻ്റെ വൈറ്റും യോക്കും നമുക്കൊന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ട് യോക്കിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ വാനില എസൻസും ഒരു 1/4 കപ്പ് അളവിൽ റൂം ടെമ്പറേച്ചറുള്ള പാലും 1/4 കപ്പ് അളവിൽ വെജിറ്റബിൾ ഓയിലും കൂടി ഒന്ന് ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് കേക്ക് ഫ്ലോർ ഇട്ട് കൊടുക്കാം. കേക്ക് ഫ്ലോർ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ റെസിപ്പിയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻറ്റ് അതായത് കേക്ക് ഫ്ലോർ ഇട്ട് കൊടുത്തതിന് ശേഷം അതും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം വേറൊരു ബൗളിലേക്ക് ഇതിൽ നിന്നും പകുതി ബാറ്റർ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം. പകുതി ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് രണ്ടും കൂടി ഒന്ന് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് എഗ് വൈറ്റ് എടുത്തിട്ട് അതിലേക്ക് 1/2 ടീസ്പൂൺ നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീമൊക്കെ ബീറ്റ് ചെയ്യുന്നത് പോലെ തന്നെ നല്ല സ്റ്റിഫായിട്ട് ഈ എഗ് വൈറ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. എഗ് വൈറ്റ് ബീറ്റ് ചെയ്യുന്ന വീഡിയോ ഒരുപാട് റെസിപ്പിയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ എഗ് വൈറ്റ് ആദ്യം ഇത്രയും ഒന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു 1/3 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒന്നിച്ചിട്ട് കൊടുക്കണ്ട, പഞ്ചസാര പൊടിച്ചിട്ടുമില്ല, പൊടിച്ചിട്ടും വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു 1/3 കപ്പ് പഞ്ചസാര നമുക്കൊരു 2-3 തവണയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മെൽറ്റ് ആകുന്നത് വരെ നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എഗ് വൈറ്റ് നന്നായിട്ട് ബീറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള പകുതി ബാറ്റർ ഉണ്ടല്ലോ ആദ്യത്തെ എഗ് യോക്കിൻ്റെ, അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരിച്ചിട്ട് കൊടുക്കാം. കൊക്കോ പൗഡറിലൊക്കെ നന്നായിട്ട് കട്ടകൾ ഉണ്ടാവും, അതുകൊണ്ട് അരിച്ച് തന്നെ ഇട്ട് കൊടുക്കണം. കൊക്കോ പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ പാൽ കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് യോജിപ്പിച്ചെടുക്കാം. കൊക്കോ പൗഡർ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ എഗ് വൈറ്റ് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒന്ന് രണ്ടായിട്ട് നമുക്കൊന്ന് ഡിവൈഡ് ചെയ്യണം. അതിൽ നിന്ന് ഒരു ഭാഗം ഈ ഒരു കൊക്കോ പൗഡറിൻ്റെ മിക്സിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് ചോക്ലേറ്റ് ബാറ്റർ റെഡിയാക്കി എടുക്കാം. അങ്ങനെ ചോക്ലേറ്റ് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വാനില ബാറ്ററും കൂടി ഒന്ന് റെഡിയാക്കാം. അതിലേക്ക് നമുക്ക് പകുതി മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് ബാക്കി എഗ് വൈറ്റ് ചേർത്തിട്ട് അതും നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അങ്ങനെ വാനില ബാറ്ററും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റുന്നുണ്ട് വാനില ബാറ്റർ. അടുത്തതായിട്ട് നമുക്ക് ബാറ്റർ ബേക്കിംഗ് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ സ്ക്വയർ ബേക്കിംഗ് ടിൻ എടുത്തിട്ട് എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം ഏറ്റവും അടിയിലായിട്ട് ചോക്ലേറ്റ് ബാറ്റർ മുഴുവനും ഒഴിച്ചു കൊടുക്കാം.
അതിന് മുകളിലായിട്ട് നമുക്ക് വാനില ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഓവനിലാണ് കേക്ക് ബേക്ക് ചെയ്യുന്നത്. 180 ഡിഗ്രി സെൽഷ്യസിൽ ഓവൻ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷം 180 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ ഒരു 35 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. പലരും ചിന്തിക്കും നമ്മൾ 4 മുട്ടയ്ക്ക് 1/2 കപ്പ് മൈദയാണല്ലോ എടുത്തിരിക്കുന്നതെന്ന്. ശരിക്കും ഇംഗ്ലീഷ് കേക്കിനൊക്കെ അവരെപ്പോഴും എഗ് വൈറ്റും യോക്കൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ട് കേക്ക് ഫ്ലോറൊക്കെ വളരെ കുറച്ച് മാത്രമാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു കേക്ക് നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത്. ഒരുപാട് ടാപ്പൊന്നും ചെയ്ത് കൊടുക്കണ്ട. ഞാൻ ഒരു സ്പൂൺ വെച്ചിട്ട് അതിൻ്റെ സൈഡിൽ മാത്രം ഒരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. സൈഡ് വഴി മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു കേക്ക് നമ്മുടെ മാർബിൾ കേക്ക് പോലെ തന്നെ മിക്സായി വരും കേട്ടോ. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. പിന്നെ കേക്ക് മുക്കാൽ ബേക്കാവുന്ന സമയത്ത് മുകളിൽ കുറച്ച് ചോക്ലേറ്റ് ചിപ്സും വെച്ച് കൊടുക്കും. അങ്ങനെ കേക്ക് റെഡി ആയിട്ടുണ്ട്. കേക്ക് റെഡി ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ടിന്നിൽ നിന്ന് പുറത്തെടുത്തിട്ടോ, അല്ലെങ്കിൽ ഒരു ടിന്നിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് ചുളിഞ്ഞ് ഇതായി പോകും. ശരിക്കും ഇത് വാട്ടർ ബാത്ത് ചെയ്യേണ്ട കേക്കാണ്. ഞാൻ വാട്ടർ ബാത്ത് ഒന്നും ചെയ്തിട്ടില്ല, ഡയറക്റ്റ് തന്നെ ബേക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പം ബേക്കായാൽ ഉടനെ തന്നെ ടിന്നിൽ നിന്നും പുറത്തേക്ക് എടുക്കാൻ ശ്രദ്ധിക്കണം. കേക്ക് ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ കേക്കിൻ്റെ സൈഡ് ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. 4 സൈഡും കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. കാരണം നമ്മൾ ബേക്കിംഗ് ടിന്നിൽ നിന്ന് പെട്ടെന്ന് പുറത്തേക്ക് എടുത്താലും സൈഡൊക്കെ കുറച്ച്, അതായത് നമ്മൾ എഗ്ഗ് കൂടുതലും മൈദ കുറവാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും ഈ ഒരു കേക്ക് ഉള്ളിലേക്കൊക്കെ നന്നായിട്ടൊന്ന് ചുങ്ങിപ്പോകാനുള്ള ഇതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൈഡ് ഭാഗമൊക്കെ കുറച്ച് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പം ഉൾഭാഗം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല പഞ്ഞി പോലുള്ള കേക്കാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കുമാണ്. അപ്പോൾ എല്ലാവരും ഈ വരുന്ന ക്രിസ്മസിന് ഈ ഒരു കേക്ക് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. ഗസ്റ്റിനൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി കാസ്റ്റല്ല കേക്കാണ്. അപ്പോൾ എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.